വെർച്വൽ ഡേറ്റിംഗ് ആണ്. വെർച്വൽ ഡേറ്റിംഗ് അയാള് അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ലോകം മാറുകയാണ്, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. കാലം ഞാൻ അങ്ങനെയൊന്നും കൈവിട്ടു പോയി എന്നൊന്നും വിചാരിക്കുന്നില്ല, ഞാൻ കൈക്കുള്ളിൽ വെക്കാൻ ശ്രമിക്കുന്നു. ഈ വാലന്റൈൻ ഡേ എന്ന് പറയുന്നതിന്റെ അതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ്, ആ വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാക്കാതാണ് പലരും വായിക്കുമ്പോ തന്നെ. ഈ ആദ്യകാലത്ത് സെയിന്റ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്നത് ഈ കമിതാക്കളുടെ ഒരു മീറ്റ് ടുഗെദർ എന്ന് പറഞ്ഞല്ലായിരുന്നു. അത് പിന്നീട് 13-ാം നൂറ്റാണ്ടില് ജോഫ്രി ചോസർ എന്ന് പറഞ്ഞ ഒരാള് പാർലമെന്റ് ഓഫ് ദ ഫൗൾസ് എന്ന് പറഞ്ഞൊരു കവിത എഴുതാനായിട്ടിടെ അതിലിങ്ങനെ കിളികൾ ഒരുമിച്ച് വന്ന്, സ്നേഹിക്കുന്ന കിളികൾ ഒരുമിച്ച് വന്ന് കൂടുന്ന ഒരു ദിവസം, അത് ഫെബ്രുവരി 14 എന്നുള്ള രീതിയിൽ പിന്നീട് ആഘോഷിക്കപ്പെടുകയാണ് ചെയ്തത്. അല്ലാതെ ഒറിജിനൽ വ്യതിയാനൊക്കെ വന്നു കഴിഞ്ഞു, ആ കവിതയിൽ നിന്നുമാണ് ഫെബ്രുവരി 14 ഇങ്ങോട്ടേക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? വളരെ കുറച്ച് വർഷമേ ഉള്ളൂ. വളരെ കുറച്ച്. അതെ അതെ, 90-കളിലെ ലാസ്റ്റ് ആണ് കേരളത്തിൽ പോലും ഇതൊക്കെ. അല്ല, ഇപ്പൊ ആ കുട്ടി പറഞ്ഞു വത്തിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം സെന്റ് വാലന്റൈൻസ് ഡേ ഇത്തരത്തിൽ സർവീസ് ഡേ ആണ്. സർവീസ് ഡേ, നോട്ട് ലവ് ഡേ. സർവീസ് ഡേ ആണ് വത്തിക്കാന്റെ തീരുമാനം. അതാണ് വത്തിക്കാന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. അതിനെ കുറിച്ച് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, നമ്മൾ വായിക്കുന്നതിന്. അപ്പൊ എനിക്കൊന്ന് വാലന്റൈൻമാർക്ക് ആ വഴി പോകാൻ തോന്നുന്നു. ഫസ്റ്റ് യു യുവർ സെൽഫ്. ഓക്കെ, വാലന്റൈൻസിലെ സ്റ്റാറാണ് അദ്ദേഹം. കാരണം 5 കൊല്ലത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങൾ വരും എന്ന് അല്ലേ. ഇത്രയും ഡിഫറൻസ് ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഉണ്ടായെങ്കിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലൊരു ഇതെന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നു പക്ഷെ വിവാഹം കഴിക്കില്ല എന്നുള്ളതാണ്. അയ്യോ, ഇവിടെ ആരെങ്കിലും ഞാനത് പറയുന്നത് കേട്ടോ? ഇവിടെ പറഞ്ഞില്ല. എന്നെ വീട്ടിൽ കേട്ടില്ല ഇതെല്ലാം. അല്ല, ഒരുപാട് ചേഞ്ചസ് അന്നത്തെക്കാളും മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ആ ഒരു സംസ്കാരവും നമ്മളുടെ ആ ഒരു മൂല്യങ്ങളും അതിന് ഒരു ആഘാതം തട്ടുന്ന രീതിയിൽ ആകരുത്. അങ്ങനെ ആകരുത് എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ നോക്കാത്ത എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സിവിക് സെൻസിനൊക്കെ ഇനി ഗ്രോത്തേ ഉള്ളൂ. അങ്ങനെ അത് ബെറ്ററായി നല്ല കാലം വരും. ഞാൻ ദീപയിൽ തുടങ്ങി, ദീപയിൽ ഇത് അവസാനിപ്പിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാലന്റൈൻമാരുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സർവീസ് ഓറിയന്റഡ് ആയിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഈ ലോകമെമ്പാടുമുള്ള ഈ വാലന്റൈൻ ദിനം ആഘോഷിക്കുന്ന ആൾക്കാരോട് ഇപ്പോൾ ഇതൊരു ചൂഷണത്തിന്റെ മുഖമാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. എന്നിരുന്നാലും ദീപ എന്ത് പറയും? കുറെ ആൾക്കാരെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ പ്രണയം, ഞാൻ നന്നായി പ്രണയിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഒരു ഗിഫ്റ്റും തരാത്ത വാലന്റൈൻസ് ഡേയും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയുവാണ്. എന്നെ സംബന്ധിച്ചോളം സത്യമായിട്ടും അത് ബാധിച്ചിട്ടില്ല എന്നെ. പക്ഷെ അതേസമയം ഗിഫ്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് സന്തോഷം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും സർപ്രൈസ് ആണ്. അതായത് ഞാൻ പ്രണയിക്കുന്ന ആളെ സംബന്ധിച്ചോളം ആള് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേയിൽ ആൾ ഇത്തിരി സമയം മാറ്റി വെക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പ്രണയത്തിന്റെ ഒരു ഭാവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രണയിക്കുന്ന എല്ലാവരും പ്രണയത്തിന്റെ ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ മറന്നു പോകരുത് ഇൻ ദിസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് വാലന്റൈൻസ് ഡേ. അതായത് എത്ര രൂപയുടെ ഗിഫ്റ്റ് തന്നു, എൻ്റെ ഫ്രണ്ടിനെക്കാട്ടിലും കൂടുതൽ നല്ല ഗിഫ്റ്റ് എനിക്ക് കിട്ടിയോ എന്നുള്ള ചിന്തകളിൽ പ്രണയിക്കാൻ മറന്നു പോകാതെ അത് ആസ്വദിക്കണം എന്നുള്ളതാണ് എനിക്ക് വാലന്റൈൻസ് ഡേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.